അസ്സലാമു അലൈക്കും. എന്തുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു വ്ളോഗ് തുടങ്ങണം. ഇൻഷാ അല്ലാ ഇന്ന് ഞാൻ എൻ്റെ ആഗ്രഹം സഫലീകരിക്കുന്നു. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അജ്മൽ, കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയാണ്. നിലവിൽ UAE അജ്മാനിലുണ്ട്. വിസിറ്റ് വിസയിലാണുള്ളത്. ജോലി നോക്കുന്ന ഒരാളാണ്. അപ്പം കുറേ സമയമുണ്ടല്ലോ. ഇതെൻ്റെ സുഹൃത്ത് അസ്ലം. ഞാനും അസ്ലമും കൂടിയിട്ടാണ് ഈ വ്ളോഗ് തുടങ്ങുന്നത്. അസ്ലമും എൻ്റെ റൂംമേറ്റാണ്. എൻ്റെ ജേണിയിലുണ്ടാവും ഇൻഷാ അല്ലാ. എന്താ പറയുന്നത് അസ്ലു? അപ്പം നിലവിൽ നമ്മൾ രണ്ടാൾ UAE ആദ്യം UAE കുറിച്ചിട്ട് പറയാം. UAE 7 എമിറേറ്റ്സ് ആണുള്ളത്. അപ്പം നമ്മൾ ഇപ്പം നിലവിലുള്ളത് അജ്മാൻ, ഷാർജ, ദുബൈ, ഉമ്മൽഖൊയ്, ഫുജൈറ, റാസൽ ഖൈമ, അബുദാബി. 7 എമിറേറ്റ്സ് ആണ്. അപ്പം അതിലൊരു ഭംഗിയുടെ എമിറേറ്റ്സ് തന്നെയാണ് അജ്മാൻ എന്ന് പറയുന്ന സ്ഥലമാണ്. ചിലവ് കുറഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അജ്മാൻ. അപ്പോൾ ഈ അജ്മാനിലെ മ്യൂസിയത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. മ്യൂസിയം തുറക്കാനായിട്ടില്ല. സമയം 6 മണി അത്ര. ഇൻഷാ അല്ലാ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇവർ പറഞ്ഞത് ഒരു 10 മണിയാണെന്ന് തോന്നുന്നു അല്ലേ? 8 മണിയല്ലേ? 8 മണി. അപ്പം കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ നമുക്കൊന്ന് മ്യൂസിയം കണ്ടിട്ട് വരാം. ഇതാണ് ഇതിൻ്റെ മെയിൻ കവാടം. രാവിലെ തന്നെ പോയിട്ട് പിടിച്ച് പുറത്തിടും. സൂര്യൻ ഉദിക്കണത്ര. നിങ്ങെന്തിന് ഈ സമയത്ത് വന്നിരുന്ന് വയ്ക്കൂ. നല്ല രസമാണ് കേട്ടിടാ. നല്ല പക്ഷീൻ്റെ എല്ലാം കരച്ചിൽ കേട്ടിട്ട് അസ്ലം രാവിലെ ഇടത്തേക്ക് അധികം വരും. അല്ലടാ അസ്ലമേ? രാത്രി നമുക്ക് സമാധാനപൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. പണ്ടത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ, ഇവരെ ചരിത്രം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു മ്യൂസിയമാണ്. ദുബൈ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. ഒരു 80 കാലഘട്ടത്തിലെല്ലാം നമ്മൾ ഉപ്പമാരും ഇവരെല്ലാം ഉണ്ടായപ്പോൾ തന്നെ പറയുന്നത് കേൾക്കാം. ദുബൈ ഒരു കാലത്ത് ഉണ്ടായ ദുബൈ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടുകാരും ഇവിടുത്തവരും എല്ലാവരും കൂടി വളർത്തിയതാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ പെട്രോളിയം ഇതൊക്കെ കണ്ടെത്തി ഈ നാട് ഇവർ വളർത്തി. അതിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായവരാണ് നമ്മുടെ തലമുറ, നമ്മുടെ മുൻ തലമുറ. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ഈ ബുർജ് ഖലീഫയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആ വളർന്നൊരു ദുബൈയിൻ്റെ. ഇവർ തുറന്നിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മുട്ടി നോക്കാം ഉള്ള അവസ്ഥ. हेलो, हाँ कितना बजे ओपन करेगा? 10 बजे. टिकट कितना है? 5 रुपये. ഓക്കെ, താങ്ക് യു. അപ്പം കുറേ സമയമുണ്ട് കേട്ടോ. 6 മണി അത്ര. ഞാൻ പറഞ്ഞില്ലേ 10 മണിക്കേലും ഓപ്പൺ ചെയ്യൂ. അപ്പോൾ അതുവരെ എന്ത് ചെയ്യും ഇൻഷാ അല്ലാ. അപ്പം 10 മണിയായാലും നമ്മൾ നിങ്ങൾക്ക് മ്യൂസിയം കാണിച്ചിട്ടേ ഇന്ന് പോകുന്നില്ലൂ. ഇവരുടെ നല്ല ക്രിയേറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ കാര്യങ്ങൾ, ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ കാണിച്ചു തരാം ഇൻഷാ അല്ലാ. നമ്മൾ അസ്ലു കുറേ നാളായിട്ട് അജ്മാനിൽ ഒരു കൊല്ലമായിട്ടുണ്ടാവും അല്ലേ അസ്ലു? അപ്പോൾ അസ്ലു പറഞ്ഞു ഇവിടുത്തെ ചിത്രങ്ങളെല്ലാം കണക്റ്റഡാണ്, ഒരു കഥയാണ്. ഒന്നിൻ്റെ ബാക്കി അടുത്തത്, അടുത്തതിൻ്റെ ബാക്കി അടുത്തത്. അസ്ലു എല്ലാം നമ്മളെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. നീയാണ് ഇന്നത്തെ വ്ളോഗർ. വാ അസ്ലു, എനിക്ക് ഓരോന്നിൻ്റെ ഇങ്ങനെ കാണിച്ചു തരലുണ്ട്. ഇന്ന് നമുക്കതൊന്ന് ഫുള്ളായിട്ട് വീഡിയോയിൽ തന്നെ കാണിക്കാം. നല്ല രസമാക്കിന് കേട്ടോ ചിത്രങ്ങളെല്ലാം. ഞാൻ ഇവിടുത്തെ ട്രഡീഷണലായിട്ടുള്ള സ്ത്രീകളെ കണ്ണ് കെട്ടി. ഏതൊട്ടക അസ്ലു?
ഓക്കെ, ഇത് ഇവിടുത്തെ കുറച്ച് ആൾക്കേ മനസ്സിലാവും. ഇവിടെ ആർട്ട് ചെയ്ത ആർട്ടിസ്റ്റിന്, അതുപോലെ തന്നെ അസ്ലുവിനെ പോലത്തെ ആർട്ടിസ്റ്റുകൾക്ക് ഇതൊക്കെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂ. എന്താ പറയുന്നത് അസ്ലു? കുറേ ആൾ വന്നു പോയിട്ടുണ്ടാവും, പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഒരു ക്രിയേറ്റീവ് വേണം. ഇതതിൻ്റെ ബാക്കിയല്ല അസ്ലു, ഒട്ടകം. ആ ഓക്കെ, അസ്ലു ഓണായിട്ടുണ്ട്. അസ്ലുവിൻ്റെ ആർട്ട് വന്നപ്പോൾ അസ്ലു ഓണായിട്ടുണ്ട്. എടാ തുറക്കാൻ ഇനി 4 മണിക്കൂറുണ്ട് ഈടാ. ടൂറിസത്തിന് ഏറ്റവും പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് കേട്ടോ ദുബൈ. ഇതെല്ലാം ഓരോരോ ഷോപ്പാണ്. ഇവിടെ ഓരോരോ ഷോപ്പുകളുണ്ട്. ഇതെല്ലാം ഇവരെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാവും. നമ്മളിപ്പം കുറച്ച് ടൈമുണ്ടല്ലോ, ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ. ഇപ്പോൾ സീസൺ ആകുമ്പം ഇതൊക്കെ അങ്ങ് മിന്നും, ഇവിടെയൊക്കെ ആൾക്കാരങ്ങ് നിറയും. അപ്പോൾ നമുക്ക് കുറച്ച് ടൈമുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന ഇവിടെ അടുത്തൊരു ഉപ്മാവ് കടയുണ്ട്, അതൊരു ഫേമസാണ്. 1.5 രൂപക്ക് ഉപ്മാവാണ്. നിങ്ങൾക്ക് അതും കാണിച്ചു തരാം ഈ വ്ളോഗിൽ തന്നെ. നമ്മുടെ മ്യൂസിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അഡ്നോക്ക് ഉണ്ട്. അവിടുന്ന് നമ്മൾ ഈ മ്യൂസിയത്തിൻ്റെ ഈ ഹെറിറ്റേജ് ബിൽഡിങ്സ് തന്നെയാണ് എല്ലാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാ നമ്മുടെ പള്ളി. അതിലൂടെ വന്നാൽ ഇവിടെ ഒരു വർക്കിംഗ് സ്പേസ് ഉണ്ട്, ഒരു കഫേയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് കേട്ടോ ഈ മ്യൂസിയത്തിൻ്റെ. നമുക്ക് ആ കളറും ആ ബിൽഡിങ്ങിൻ്റെ സ്റ്റൈലെല്ലാം കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ഈ ബിൽഡിങ്ങിന്, നമ്മളിപ്പോൾ പോകുന്ന ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ പുറത്ത് എക്സ്റ്റീരിയർ വർക്ക് ഉണ്ടല്ലോ, എക്സ്റ്റീരിയറിന് ഇവർ ചെയ്തത് കണ്ടോ, നല്ല രസമാണ്. നമ്മൾ അശ്ലു ഓൾറെഡി വന്നിട്ട് സീറ്റെല്ലാം പിടിച്ചിട്ടുണ്ട്. അശ്ലു വാ വാ വാ. ഇതേണ്ട നമ്മളെ കോറലില്ലേ കടലിൻ്റെ, അതിൻ്റെ പ്യുവർ സാധനമാണ് കേട്ടോ. പ്യുവർ സാധനം വെച്ചിട്ട് ചെയ്തതാണ്. ഇത് കുറേ കൊല്ലായിട്ടില്ല ചെടിയാണ്. രണ്ട് പഴവും തന്നെ സാധനം എത്തിയിട്ടുണ്ട്. അസ്ലു കുഴച്ചിട്ടടിക്കടാ പഞ്ചസാര. രാവിലെ തന്നെ നല്ല തിരക്കുണ്ടാവും കേട്ടോ. സുബീക്ക് ഓർക്കുന്ന വീഡിയോയാണ്. മറ്റവരെയൊന്നും ആൾക്കാരെയൊന്നും കാണിക്കുന്നില്ല, അവർക്കൊരു ബുദ്ധിമുട്ടാവുണ്ടല്ലോ. അപ്പം നമ്മൾ പഴവും കൂടെ കൂട്ടിയിട്ട് അടിക്കാൻ പോകുന്നു. പഴം വരട്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പോൾ അസ്ലിം നല്ല പപ്പടും പഴവും പഞ്ചസാരയെല്ലാം കൂട്ടിയിട്ട് വെച്ചടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതിലെ വരുമ്പോഴത്തേക്ക് ആൾ മാറിയിട്ട് അനീഫ്ക, ഞാൻ ഒരു വീഡിയോ ചെയ്യാം നിങ്ങളെ. 1.5 ഉറുപ്പ്യക്ക് അല്ലേ ഉപ്മാവ്? അങ്ങനെ രാവിലെ 5 മണിക്ക് ഉറക്കും അല്ലേ? 5 മണിക്ക് മുമ്പ് ഉറക്കും. ഇത് എത്ര കൊല്ലായി? 40 വർഷം ഉണ്ടായി അല്ലേ? ആ, ഇതെന്നാണ് പുറത്ത് കോറല? ശരിക്കും കടലിൻ്റെ ഒറിജിനലാണല്ലേ? അപ്പോൾ ഓക്കെ, ചാലയുടെ ഉണ്ട്. അപ്പോൾ ഉപ്മാവെല്ലാം നല്ല വയറ് നിറച്ചും കഴിച്ച് അതിൻ്റെ മുകളിലൊരു ചായയും കുടിച്ച് നല്ല രസമായിട്ടോ. എനിക്കെന്തില്ല, എല്ലാവരും വായോ. എന്നിട്ട് നമുക്കൊന്ന് പോയി നോക്കിയാലോ, തുറന്നു നോക്കിയോ എന്താണെന്ന് നോക്കാലോ. आप किधर से कोलकाता है? इधर क्या क्या है इनसाइड? वो दुबई का अगला ज़माना का सामान है। क्या है? अगला ज़माना का सामान है। हाँ 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 हाँ, दुबई का कल्चर है। दुबई का पुराना वाला का पूरा का। करने वाला culture। हाँ हाँ, अच्छा है ना? हाँ, देखने के लिए मस्त है। हाँ, ये सीज़न कब स्टार्ट करेगा? टूरिस्ट आएगा वो कब करके वो मालूम नहीं बनाया है। अभी कस्टमर है? हाँ, कस्टमर तो डेली आता है ना? कस्टमर के कम थे। वो सीज़न आएगा तो जास्ती आदमी आएगा ना? नहीं, इस टाइम में ज़्यादा आदमी आता है। ज़्यादा- बाहर से आता है, टूरिस्ट से आता है। ടൂറിസ്റ്റ് അതായത് എല്ലാവരും വന്നോട്ടാ. ഇപ്പം തന്നെ ആൾക്കാർ വരുന്നുണ്ട്, നല്ല ആൾക്കാരെല്ലാം ഉണ്ട്. നമ്മ ഒന്ന് കണ്ടോക്കിയിട്ട് പറയാം. ഓക്കെ ബൈ, ആയേഗാ. और आप दिन बाद खोलेगा। ഇപ്പം ടിക്കറ്റിന് 5 രൂപയുള്ള ഒരാൾക്ക്, 2 പേർക്ക് 10 ദിർഹം. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ അകത്തെത്തി ഗൈസ്. നോക്കാം, അസ്ലമ ഓടിയിട്ടുണ്ട്.
ഓരോ റൂം സെക്ഷനായിട്ടാണ്. ഹിസ്റ്റോറിക്കൽ വെപ്പൺസ്. യാ ബ്രോ, കമ്മിങ്. ആയുധപ്പുരയിലേക്ക് തന്നെയല്ല ആദ്യം. അറബികളെപ്പോഴും ഡ്രസ്സിൽ വാളുണ്ടാവും അല്ലേ? വാളോ കത്തിയോ സാധനം. ഇപ്പോഴും ട്രഡീഷണൽ ആയിട്ടുള്ളവരുണ്ടല്ലേ അതുപോലെ. ഇതെല്ലാം ഇവരായുധം നോക്കിയ, ഇതെല്ലാം നോക്കടാ, വളഞ്ഞിട്ടില്ലൊരു സാധനം. ഇതാണ് പണ്ടത്തെ പോലീസ്. ആംബിയൻസ് സെറ്റ് ചെയ്തല്ലേ, നല്ല രസമില്ലേ? വാവ്, ലിവിങ് റൂം അല്ലേ? ഇതാരി സെറ്റാക്കാൻ നോക്കല്ല കേട്ടാ, താത്താനെ കണ്ടാണ്. അയ്യോ, ഒരു ഒറിജിനാലിറ്റി ഫീൽ അല്ലേ ആ മ്യൂസിക്കും. നല്ല ഇങ്ങനത്തെ ക്രിയേറ്റിവിറ്റി ഇവിടെ തുർക്കി. ഇവിടെ നിന്നാ ബുർജ് ഖലീഫയിലെത്തിയത്. എന്താ ഇല്ലേ കിച്ചണിൽ എന്നാ ഇല്ലേ ഫുഡ്? നല്ല കാവി ഈത്തപ്പഴം. art. പിന്നെ ഇങ്ങനെ ജീവിച്ചവരെന്നെയാണ് അല്ലേ ശൈഖന്മാര് ഇവിടുന്ന് എത്തിയത്. എങ്ങനെ അസ്ലു പണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമ്പോ എന്നാ പറഞ്ഞ? പണ്ട് സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമ്പോ ഇങ്ങനത്തെ എല്ലാം നോക്കുമ്പോ ഇതൊന്നും കാണണ്ടാന്ന്, നമുക്കെന്നേരം കളിക്കണം. ഇന്ന് പൈസയും കൊടുത്ത് ഇത് കാണാൻ വരും അല്ലേ? ഒരു കൾച്ചർ. കോപ്പർ മൈനിങ്. ഓരോ പണ്ടത്തെ ഇവരെ ഓരോ പാത്രങ്ങൾ, ഭരണികൾ, കൂജകൾ എല്ലാം മണ്ണിനെ കൊണ്ടാണ് കേട്ടോ. ആഭരണങ്ങൾ, ജ്വല്ലറീസ്. അറബിയൻ നേട്ട ഇവർ പഴയ ലിബീത പുസ്തകങ്ങൾ, ഖുർആൻ, ഉണ്ട് പ്രിൻ്റിലല്ല, എല്ലാം എഴുത്ത്, കയ്യെഴുത്ത്. സാധനം എത്തിയിട്ടുണ്ടേ അസ്ലു, ലേലം വിളിച്ചെടുത്താലോ? പണ്ടത്തെ രാജാവിൻ്റെ ലാൻഡ് റോവർ 1ാം നമ്പർ വണ്ടി.
ചെക്കന്മാർ കോടികൾ കൊടുത്തിട്ട് എടുക്കും. കയറിക്കോ. ഇൻട്രൊഡക്ഷൻ. ഇവരെ ജീവിത രീതികൾ പണ്ടത്തെ എല്ലാം നമുക്ക് അടുത്തറിയാം കേട്ടോ. ഇതൊക്കെ പഴയ കാലമാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഷേപ്പ് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ആ ടെക്നോളജി ഒന്ന് പുരോഗമിക്കുന്നതിന് മുമ്പിലുള്ള ഇവരെ ഇത് വെള്ളം ശേഖരിക്കുന്ന സാധനങ്ങൾ, ആയുധങ്ങൾ എല്ലാം തോല് കൊണ്ടും ഇതിനെ കൊണ്ടും ഉണ്ടാക്കിയ ഓരോ ചരിത്രം ഇതാ അറബിയിലെല്ലാം പറയുന്നുണ്ട്. അറബി അറിയാത്തതുകൊണ്ട്. ദ ലേറ്റ് ഷെയ്ഖ് റാഷിദ് ബിൻ ഹുമൈദ് അൽ നുഐമി രാജാവാണ്. എല്ലാം വായിച്ചു പഠിക്കുക അസ്ലു. ഇതൊന്നും ഒലക്കയാന്ന് അസ്ലു. ഇതെല്ലാം സെറ്റ് ചെയ്ത് നോക്കടാ. പിന്നെ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ. ഇങ്ങനെ സെറ്റാക്കിയല്ല. അടുത്ത് നമ്മളെ പഴയകാല പോലീസ്, അതിലേക്കില്ലേ ഒരു യാത്ര. ഷുർത്ത ഓരോ കാലഘട്ടത്തിൽ യൂണിഫോം അല്ലേ. കത്തി നിർബന്ധമാണല്ലേ ഇവർക്ക്. പാർലമെന്റാ? ആരെവിടെ? പണ്ടത്തെ കോർട്ട്. ഇത് ശരിക്കും മുമ്പ് ഉണ്ടായ ഒരു ഫോട്ടോത്തിന് ആസ്പദമാക്കി ചെയ്തതാണല്ലേ. ശരിക്കും ഉണ്ടായ ഒരു സംഭവമാണ് ഇത്. മറ്റേതാ എന്തെങ്കിലും പറയാ, വയർലെസ് വാക്കി ടോക്കി ഫോണാ. വാക്കി ടോക്കിയാ, പ്രിൻ്റർ, മോട്ടോറോളേൻ്റെ സാധനം കേട്ടോ പഴയ. ഇത് എനിക്ക് ഏറ്റവും ചെറുത് ഇത്. ആ അത് നല്ല രസമുണ്ട്. പോലീസിൻ്റെ ഇതാ ഷീൽഡ്, ആയുധങ്ങൾ, ഗ്രനേഡ്, ബോഡി ആൻഡ് ഷാക്ലെറ്റ്സ്, ലെഗ് ഷാക്ലെറ്റ്സ്, ഹാൻഡ് ഷാക്ലെറ്റ്സ്. ഏത് നമ്പർ പ്ലേറ്റ് അല്ലേ പഴയ? പാസ്പോർട്ട് കൈ എഴുത്താണ്, പ്രിൻ്റില്ല. അന്നേരം ഉണ്ട്, പക്ഷെ ഇതല്ല അല്ലേ. എമിറേറ്റ്സ് ആയിട്ടില്ല അല്ലേ അന്നേരം. ഇത് ശരിക്കും ഫോർട്ട് ഉണ്ടായെന്ന് പറഞ്ഞാൽ അസ്ലു. പിന്നെ ഇവർ ഒന്ന് മിനുക്ക് പണിയെടുത്തിട്ട് മ്യൂസിയം ആക്കിയതല്ലേ. ബെൻസ് ഇന്ന് ദുബൈ പോലീസിൻ്റെ കൈമയിലെ വണ്ടിയല്ലോ അല്ലേ. മറ്റേ ഇവൻ്റെ വണ്ടി ഏതാണ്? സൈബർ ട്രക്ക് വരെ ഉണ്ടല്ലോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്.
വാവ്, ദ ലാൻഡ് ഓഫ് മ്യൂസിക്. ആയുധവും വാദ്യോപകരണം എല്ലാം ഒരുമിച്ച് തന്നെ അല്ലേ. ദഫദാ ഇവിടുത്തെ മരുഭൂമിയിലെ ജീവിതം. കാവ കുടിച്ചോള, മീൻ പിടിച്ചോള, ആടിനെ മേയിച്ചോള. ആ സമയത്ത് കഷ്ടപ്പാടിൻ്റെ ഒരു കാലം. ഫാൽക്കൺ ഉണ്ടാവും, കൂടെ ഒട്ടകം ഉണ്ടാവും അല്ലേ യാത്രക്ക്. ഇതിനെ കൊണ്ടാണ് കേട്ടോ ഇവർ വേട്ടയാടി. ഈ ഫാൽക്കൺ പക്ഷി വെച്ചിട്ട് ഇവർ വേട്ടയാടലുണ്ട് ആ കാലത്ത്. ഇതുപോലെ ഉള്ള മരുഭൂമിയിൽ നോക്കത്താ ദൂരം അറ്റമില്ലാത്ത മരുഭൂമിയിൽ ഇതുപോലൊരു കൂടാരം കെട്ടി അങ്ങനെ ജീവിച്ച് അതുപോലെ ക്രിയേറ്റ് ചെയ്തതിന്. അതുപോലെ പറഞ്ഞാൽ പക്ക അതുപോലെ അതിൻ്റെ ചരിത്രം ഇതവിടെ പറഞ്ഞു തരും ചെയ്യും. പേടിപ്പെടുത്തുന്നൊരു കാലം. എന്താ വാതിൽ വരെ ഇതാ ഇങ്ങനെ ആ ചൂട് സമയത്ത് നിന്നവർ, അവിടെ നിന്ന് വളർന്നവരാണ് ഇവർ. മജ്ലിസ്, ഇതാണ് മജ്ലിസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഇതിനെല്ലാം വേണ്ടിയിട്ടുള്ള സ്ഥലം. ട്രഡീഷണൽ സ്കൂളിംഗ്. യെസ്, ഇത് അതിൻ്റെ ഉള്ളിലുണ്ട്. മദ്രസ സെറ്റപ്പ് കേട്ടോ. ഇതിൻ്റെ അകത്തുണ്ട്, മദ്രസയിലുണ്ട് ഞാൻ. വെറും ഇത് മാത്രമല്ലടാ, അതിൻ്റെ ആ ഫോട്ടോവും അതെല്ലാം വെച്ചിട്ടല്ലേ മൺസ് ക്രാഫ്റ്റ്. എല്ലാം ഓലേനെ കൊണ്ട് മടയുന്നു. മരത്തിൻ്റെ അശ്വിന് നിർബന്ധിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്ന ഒരു സ്ഥലമാണ് ഇത്. നിക്ക് പുതിയണ്ണിന്റെ പേരെ നിക്കട അശ്വു. നല്ല മാച്ച് ഉണ്ട്. അമ്പർ അത്തറുകളുണ്ട്, സാഫ്രോൺ അങ്ങനത്തെ മിക്സഡ് ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. ഞാൻ നാളെ വരാം. ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞു വെച്ചേ ആനത്തിനുള്ള ഡേറ്റ് പറഞ്ഞത്. ഇത് കണ്ടാ നീ ഇയറിങ്, ഇത് കമ്മല് ചെവി പറയുമല്ല, 1/2 കിലോ ഉണ്ട്. ഈ പൊന്നെല്ലാം ഇട്ടിട്ടുണ്ട് പറഞ്ഞാ. പിന്നെ എനിക്ക് പണിക്കോണ്ടാന്നല്ലേ. ഇതെന്നാ സ്ലൂ? നമുക്ക് ഇവരെ കോസ്റ്റ്യൂമാണ്, ഓരോരോ കോസ്റ്റ്യൂമിൻ്റെ കേട്ടോ. പോവാ. ഓ കാല് കുടിക്ക്, ജയിലല്ലേ ഇത്. എടുത്തിട്ട് ഓടാനാവില്ലല്ലോ അല്ലേ. ഇതടാ വീണ്ടും കോറൽസ് ഒറിജിനലാട്ടോ. ഒന്നെടുത്ത് പോക്കറ്റിലിട്ടോ, വലുതായി പോയി.
വെയിറ്റ് ഒന്നുമില്ല അല്ലേ? ഈത്തപ്പഴം ഉണ്ട് കേട്ടോ, സീസൺ കയ്യറായി. ഹിസ്റ്റോറിക്കൽ ഫോട്ടോഗ്രാഫ്സ്. ഷെയ്ഖ് റാഷിദ് നുഐമി അല്ലേ? ആയിരത്തി 1991. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ. ഇത് റാഷിദ് അൽ ഹുമൈദ് അൽ നുഐമി. അത് ഷെയ്ഖ് സായിദ് നുഐമി. ഇവരെല്ലാം ഇവിടെ തുടക്കം കുറിച്ചത്. പിന്നെയാണ് എല്ലാവരും അത് പൂർത്തിയാക്കി ഇന്നത്തെ കോലത്തിലാക്കിയത്. ഇപ്പോഴും പൂർത്തിയായിട്ടില്ല, ഇനിയും പുരോഗമിച്ചു കൊണ്ടേയിരിക്കും. അറബിക് ഹോഴ്സസ്. കുതിര ഇതിൽ ഫേമസ് ആയിട്ടുള്ള ഇതാണ് അറബിക് ഹോഴ്സസ്. അടുപ്പ്. ഹൂസ് എന്ന് പറയും, കുളമ്പിൽ നമ്മൾ ഇടുന്ന സാധനമാണ് കുതിരേൻ്റെ. എല്ലായിടത്തും കാണുന്ന പോലെ ആയുധങ്ങൾ. നല്ല സ്റ്റൈലും കുതിരയാണ് കേട്ടോ. പിന്നെ ഇത് കുതിരേൻ്റെയും ഒട്ടകത്തിൻ്റെ എല്ലാം മുതുകത്ത് വെക്കുന്ന യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം. എന്താ ഈത്തപ്പഴാസ്ലോ. അടുത്ത രാജാവിൻ്റെ റൂമിലേക്ക്. അവിടെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടുള്ള കയറുക, രാജാവിൻ്റെ റൂമല്ലേ. അസ്ലൂനെന്ത് രാജാവ് അങ്ങനെ. അന്തകാലത്തെ റൂമാണേ. ഇന്ന് രാജാക്കന്മാരുടെ റൂമെല്ലാം ലഷ്കറിയായി. അന്നത്തെ ലക്ഷറി. ഒന്ന് അപ്ഡേറ്റഡ് സാധനം തന്നെ. ഷെയ്വ് ചെയ്യുന്ന കത്തി പോലും ഉണ്ടല്ലോ. ഡ്രസ് കേട്ടാ, അവരെ വാള്. ഷെയ്ക്കിന് കിട്ടിയ സുവനീഴ്സിൻ്റെ ഒരു സെക്ഷനാണ്. അച്ചീവ്മെൻറ്റ്സ്. വെയിൽ വരുന്നതിന് മുമ്പേ വേഗം പോകാൻ വേണ്ടി നമ്മളധികം വായിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഇല്ലൂ കേട്ടോ നിങ്ങൾക്ക്. അടുത്തത് മത്സ്യബന്ധനം, അതുപോലെ മുത്തുകൾ. പണ്ട് ഇവരെ ഉപജീവനം മുത്തുകളായിരുന്നല്ലോ, മുത്തുകൾ വാരിയിട്ട് അതിൻ്റെ എല്ലാം ഒരു സെക്ഷനാണ്. വാവ്, ഇത് ഒറിജിനലാണ് കേട്ടോ, കോഴിക്കാർപ്പ്. എല്ലാം ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ആസ്വദിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അസ്ലമെല്ലാം നല്ല രീതിയിൽ ചരിത്രം അറിയണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നൊരു മനുഷ്യനായതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇതാ പേള്, മുത്തുകൾ, സ്റ്റോൺസ് പലതരം, അതിനെക്കുറിച്ചിട്ടല്ലോ അല്ലേ. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉണ്ട് കേട്ടോ. ഇടാ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാ. ഡൈവിങ് സീസൺസ്, അതിൻ്റെ കാര്യങ്ങൾ എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരതാ ഡെയിലി റൊട്ടീൻ ഷെഡ്യൂള്, ഇതെല്ലാമായിരുന്നു ജീവിതം. ഇവിടുന്നാണ് പിന്നെ സ്വർണത്തിൻ്റെയും പെട്രോളിൻ്റെയും ഇതെല്ലാം വന്ന് പിന്നെയാണ് ഇവരെ ജീവിതം മാറുന്നത്, ദുബൈ സമ്പന്നായത്. അതിൻ്റെ ഉള്ളിൽ അതാ കാണുന്നുണ്ടാ, അതിൻ്റെ ഉള്ളിൽ ആ സാധനമില്ല.
الخاص تسمى الكابورة في قاع البحر لجذب الأسماك. وغالبا ما تستخدم أصداف المحار المدقوقة والممزوجة بلحم المحار كطعمة، كما تستخدم അജ്മാൻസ് ഫസ്റ്റ് റേഡിയോ സ്റ്റേഷൻ. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇനെന്തോ പറയല്ലോ അസ്ലമേ, ഇനെന്തോ പറയല്ല ഈ കോളാമ്പിണക്കത്തെ സാധനത്തിനാ. അല്ല, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. എല്ലാവരും ഈ ടൂൾസ് വിട്ടിട്ട് കളിയില്ലടാ. കട്ടിംഗ് പ്ലെയർ മുതൽ മലപ്പുറം കത്തി വരെ ഉണ്ട് കേട്ടാ. ഒരു 10-40 മിനിറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ സൂര്യൻ അതാ കത്തി നിൽക്കുന്നുണ്ടേ. അങ്ങോട്ടേക്കില്ല, ആ സെക്ഷനില്ല. അപ്പം നമ്മൾ മെല്ലെ വിടാൻ നിൽക്കുന്നതാണ്. നല്ല സ്ലോ, വെയിൽ ശക്തമായി കൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് കേട്ടോ ഇവർ, ഇങ്ങനെയാണ് ഇവർ മജ്ലിസ്. ഇവിടെ ഇരുന്നിട്ടാണ് ഇവരെ കുടുംബസംഗമം, ഭക്ഷണം കഴി, അങ്ങനെയൊക്കെ നടക്കുക. ഒരു മാക്സിമം 1 മണിക്കൂർ എല്ലാം വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാൻ വേണ്ടിയിട്ടെല്ലാം 1 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. പക്ഷെ ഇവരെ ചരിത്രം കാര്യങ്ങളെല്ലാം നമുക്കറിയാം നൈസായി. അപ്പോൾ കണ്ടില്ലേ, അങ്ങനെയാണ് അജ്മാനും അജ്മാൻ ഷെയ്ക്കലിലും ഉണ്ടായി എന്നാണ് നമ്മളെ അസ്ലു പറയുന്നത്. അല്ല അസ്ലു? അപ്പം ഓക്കെ ഗൈസ്, ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.